പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. പരാമർശം പിൻവലിച്ചു മന്ത്രി. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരായ വിവാദ പരാമർശങ്ങൾ പിൻവലിച്ച മന്ത്രി സജി ചെറിയാൻ. പ്രസംഗത്തിലെ വീഞ്ഞ്, കേക്ക്, രോമാഞ്ചം എന്ന ഭാഗമാണ് പിൻവലിച്ചത്. പരാമർശങ്ങൾ ആർക്കെങ്കിലും പ്രയാസമുണ്ടാക്കിയെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി സജി ചെറിയാൻ പറഞ്ഞു. മന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത് സിറോ മലങ്കര സഭയും യാക്കോബായ സഭയും രംഗത്തെത്തി. പ്രധാനമന്ത്രി നടത്തിയ വിരുന്നിൽ വിവിധ സഭകളിൽ നിന്നുള്ള ബിഷപ്പുമാരും പുരോഹിതരും പങ്കെടുത്തതിനെയാണ് മന്ത്രി സജി ചെറിയാൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. സഭാ വ്യത്യാസമില്ലാതെ വിമർശനത്തിനെതിരെ എല്ലാവരും രംഗത്ത് വന്നതോടെ ഇടതുമുന്നണിയടക്കം പ്രതിരോധത്തിലായിരുന്നു. കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നിരുത്തരവാദിത്വപരമായ ഒരു പ്രസ്താവന നടത്തി എന്നത് ഞങ്ങളെ എല്ലാവരെയും ഏറെ വേദനിപ്പിക്കുന്നു. KCBCയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തോട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുന്നത് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കേണ്ടതാണ്. ഇതോടെയാണ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് തന്റെ വാക്കുകൾ പുരോഹിതർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ പിൻവലിക്കുന്നതായി മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയത്. ഈ വീഞ്ഞും കേക്കും അങ്ങനെ ഒരു ഭാഗമായിരിക്കാം അവർക്ക് പ്രയാസകരമായി തോന്നിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർക്ക് പ്രയാസകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വീഞ്ഞിന്റെയും കേക്കിന്റെയും കാര്യം ഞാൻ പിൻവലിക്കാൻ ആഗ്രഹിക്കുകയാണ്. വൈൻ, കേക്ക്, രോമാഞ്ചം എന്നീ വാക്കുകൾ മാത്രമാണ് പിൻവലിക്കുന്നതെന്നും രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും സജി ചെറിയാൻ വ്യക്തമാക്കി. മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അധിക്ഷേപ പരാമർശങ്ങൾ പിൻവലിച്ചത് നല്ല കാര്യമെന്ന് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവ പറഞ്ഞു. സജി ചെറിയാൻ പദപ്രയോഗങ്ങൾ തിരുത്തിയത് സ്വാഗതാർഹമെന്ന് യാക്കോബായ സഭ ബിഷപ്പ് കുര്യാക്കോസ് മാർ തിയോഫിലസും പ്രതികരിച്ചു. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ സജി ചെറിയാൻ നടത്തിയ വിമർശനം തള്ളി CPIM. പ്രസ്താവന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിക്കും. സജി ചെറിയാന്റേത് പാർട്ടി നിലപാടല്ലെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കി. വിവാദ പ്രസ്താവന മയപ്പെടുത്തി മന്ത്രിമാരായ VN വാസവനും റോഷി അഗസ്റ്റിനും രംഗത്തെത്തി. മന്ത്രി സജി ചെറിയാന്റെ വാവിട്ട വാക്കിൽ വിവിധ ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്നുള്ള പ്രതിഷേധം കനത്തതോടെയാണ് CPIMന്റെ നിലപാട് മാറ്റം. സജി ചെറിയാൻ നടത്തിയ വിമർശനം തള്ളിയ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മന്ത്രിയുടേത് പാർട്ടി നിലപാടല്ലെന്ന് വ്യക്തമാക്കി. പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി ജനറൽ സെക്രട്ടറി പറയും. ഇനി കേരളത്തിന്റെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി പറയും, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് പറയും, അല്ലെങ്കിൽ അവിടെ PB പറയും. അത്രയേ ഉള്ളൂ. നാക്ക് വേഴാന്ന് ഇനി പറയാൻ സാധിക്കില്ല. ഇതിൽ ഓരോ വിശേഷണങ്ങളാണ് നൽകുന്നത്. അപ്പോഴുണ്ടാകുന്ന പ്രശ്നം. ബിഷപ്പുമാർക്കെതിരായ സജി ചെറിയാന്റെ പ്രസ്താവന സർക്കാർ നിലപാടായി കാണേണ്ടെന്നായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രതികരണം. പരാമർശത്തെ ന്യായീകരിച്ച മന്ത്രി VN വാസവൻ വിരുന്നിന് പങ്കെടുത്തതല്ല, മറിച്ച് പ്രധാനമന്ത്രിയുടെ കാപട്യം തുറന്നുകാട്ടുകയാണ് മന്ത്രി സജി ചെറിയാൻ ചെയ്തതെന്നും കൂട്ടിച്ചേർത്തു. അവിടെ പ്രശ്നം മൂടിയെടുത്ത ഒരു ശൈലി മണിപ്പൂരിൽ എത്രയോ പള്ളികൾ കത്തിച്ച് എത്രയോ വലിയ രൂപത്തിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ച് ശവം പോലും മറയാൻ കൂട്ടിയിട്ടിരുന്ന സന്ദർഭമുണ്ടായി. അത്തരത്തിലുള്ള സാഹചര്യം എല്ലാം ഒരുക്കിയിട്ട് ഒരിക്കൽ പോലും ആ മണിപ്പൂരൊന്ന് സന്ദർശിക്കാനോ ആ വിഷയത്തിൽ ഇടപെടാനോ തയ്യാറായിരുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ അവിടുത്തെ ആളുകളെ വിളിച്ച് വിരുന്നൊരുക്കി ഈ ശൈലി കാപട്യമാണെന്ന് പറഞ്ഞു. അതാണ് നിലപാട്. ഭരണഘടനാ ചുമതലയിലുള്ളവർ ചടങ്ങുകൾക്ക് ക്ഷണിക്കുന്നതും സഭാമേലധ്യക്ഷന്മാർ അതിൽ പങ്കെടുക്കുന്നതും പുതിയ കീഴ്വഴക്കമല്ലെന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24, കൊച്ചി. വെള്ളിയാമറ്റത്തെ നല്ല കാഴ്ച. തൊടുപുഴ വെള്ളിയാമറ്റത്ത് പശുക്കൾ ചത്ത കുട്ടിക്കർഷകരെ ചേർത്ത് പിടിച്ച് നാട്. ഒരാഴ്ചയ്ക്കുള്ളിൽ 5 പശുക്കളെ നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. നടൻ ജയറാം 5 ലക്ഷം രൂപ കൈമാറിയതിന് പിന്നാലെ കൂടുതൽ താരങ്ങൾ സഹായം പ്രഖ്യാപിച്ചു. 10 പശുക്കളെ വാങ്ങാനുള്ള തുക ലുലു ഗ്രൂപ്പും കൈമാറി. മരച്ചീനി തൊണ്ട് കഴിച്ചതിനെ തുടർന്ന് കുട്ടിക്കർഷകരായ മാത്യുവിന്റെയും ജോർജിന്റെയും 13 പശുക്കൾ ചത്തത് ഇന്നലത്തെ സങ്കടക്കാഴ്ചയായിരുന്നു. വാർത്തയ്ക്ക് പിന്നാലെ വിവിധ മേഖലകളിൽ നിന്ന് സഹായം ഒഴുകിയെത്തി. മന്ത്രി ജെ ചിഞ്ചുറാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും കുട്ടിക്കർഷകരുടെ വീട്ടിൽ നേരിട്ടെത്തി സർക്കാർ ഒപ്പമുണ്ടെന്ന് പ്രഖ്യാപിച്ചു. ഒരാഴ്ചയ്ക്കകം മാത്യുവിന് ഇൻഷുറൻസ് പരിരക്ഷയോടുകൂടി 5 പശുക്കളെ നൽകും. 1 മാസത്തെ കാലിത്തീറ്റയും സൗജന്യമായി നൽകും. കൂടുതൽ സഹായം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും മന്ത്രി. അപ്പോൾ അത് 5 പശു സൗജന്യമായിട്ട് ഗവൺമെൻറ് തന്നെ കൊടുക്കുകയാണ്. മറ്റുള്ള പശുക്കൾക്ക് പകരം നമ്മൾ ദുരന്ത നിവാരണ പദ്ധതി പ്രകാരമുള്ള
പണം ഞങ്ങൾ അനുവദിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. പിന്നാലെ നടൻ ജയറാമും കുട്ടികൾക്ക് പിന്തുണയുമായി എത്തി 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. തുടർന്നും എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന് താരത്തിന്റെ ഉറപ്പ്. ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അങ്ങോട്ട്. ഈ കുഞ്ഞുങ്ങൾക്കൊരു 10 പശുവിനെങ്കിലും മേടിക്കാൻ സാധിച്ചാൽ അതൊന്ന് കൈമാറാൻ വേണ്ടിയിട്ടും ഇവർക്ക് ആ ഒരു നേരിട്ട് വന്ന് സമാധാനിപ്പിക്കാൻ, കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ്, അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ട് എത്തിയത്. ജയറാമിനെ ഫോണിൽ വിളിച്ച മമ്മൂട്ടി 1 ലക്ഷം രൂപയും പൃഥ്വിരാജ് 2 ലക്ഷം രൂപയും കുട്ടികൾക്ക് കൈമാറുമെന്നറിയിച്ചു. 5 ലക്ഷം രൂപ ലുലു ഗ്രൂപ്പും കൈമാറി. ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ പശുക്കൾക്ക് പകരമായി 10 പശുക്കളെ വാങ്ങാനുള്ള തുക എത്രയാണോ അത് ഇവരുമായി സംസാരിച്ച് നൽകാനാണ് പറഞ്ഞത്. 5 ലക്ഷം രൂപയാണ് യൂസഫ് അലി സാറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മളിന്നിവിടെ ഇവർക്ക് കൈമാറിയത്. 1 ലക്ഷം രൂപ നൽകുമെന്ന് കേരള ഹോം ഡിസൈൻസ് ഗ്രൂപ്പ് അഡ്മിൻ ടി ഫിറോസ്. കൊല്ലം സുധിക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന ജീവകാരുണ്യ സംഘടനയാണ് കേരള ഹോം ഡിസൈൻ. നമ്മൾ ആദ്യം പശുവിനെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഉദ്ദേശിച്ച്, പിന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന പശു ഒരു പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടുന്ന, അതായത് പാല് നമുക്കറിയില്ലല്ലോ കറക്റ്റായിട്ട്, അപ്പോൾ നമ്മൾ അവർക്ക് സാമ്പത്തികമായിട്ട് 1 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം അവർക്ക് ഇഷ്ടപ്പെട്ട പശുവിനെ തിരഞ്ഞെടുക്കാമല്ലോ. പ്രതിസന്ധികളിൽ ചേർത്തു പിടിച്ചവർക്ക് നന്ദി അറിയിച്ച് മാത്യുവും കുടുംബവും. സഹായങ്ങൾ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രതീക്ഷിക്കാത്ത ഒരുപാട് തലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 2 പശുക്കളെ നൽകുമെന്ന് CPIM അറിയിച്ചു. തൊടുപുഴ MLA PJ ജോസഫ് സ്വന്തം ഫാമിൽ നിന്ന് 1 പശുവിനെ മാത്യുവിന് കൈമാറി. വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ, മിൽമ എന്നിവിടങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാരും പൊതുസമൂഹവും ചേർത്ത് പിടിച്ചതോടെ മാത്യുവിനും കുടുംബത്തിനും ഇനി പുതുജീവൻ. ഈ ഫാമിലേക്ക് ഇനി പുതിയ പശുക്കൾ എത്തും. ഇടുക്കിയിൽ നിന്ന് സുനിൽ സുരേന്ദ്രനൊപ്പം വിഷ്ണു സുരേഷ്, 24. ജപ്പാനിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 പേർ മരിച്ചു. ടോക്കിയോയിലെ ഹനേഡ എയർപോർട്ടിലാണ് സംഭവം. യാത്രാ വിമാനവും ജപ്പാൻ കോസ്റ്റ് ഗാർഡ് വിമാനവും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. തീയണക്കൽ പുരോഗമിക്കുകയാണ്. ടോക്കിയോയിലെ ഹനേഡ വിമാനത്താവളത്തിൽ ജപ്പാൻ കോസ്റ്റ് ഗാർഡ് വിമാനവും യാത്രാ വിമാനവും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. യാത്രക്കാരുമായി വന്ന വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് കോസ്റ്റ് ഗാർഡ് വിമാനവുമായി കൂട്ടിയിടിച്ചത്. തൊട്ടു പിന്നാലെ വിമാനം അഗ്നിക്കിരയായി. A350 JAN 516 എയർബസ് വിമാനത്തിനാണ് തീപിടിച്ചത്. വിമാനത്തിലുണ്ടായിരുന്ന 379 പേരെയും ജീവനക്കാരെയും സുരക്ഷിതരായി പുറത്തെത്തിച്ചു. എന്നാൽ കോസ്റ്റ് ഗാർഡ് വിമാനത്തിലുണ്ടായിരുന്ന 6 പേരിൽ 5 പേരും കൊല്ലപ്പെടുകയായിരുന്നു. യാത്രാ വിമാനം പൂർണ്ണമായി കത്തിയമർന്നതായാണ് റിപ്പോർട്ട്. ഭൂമികുലുക്കമുണ്ടായ നിഗറ്റയിലേക്ക് സഹായവുമായി എത്തിയതായിരുന്നു കോസ്റ്റ് ഗാർഡ് വിമാനം. ഗുരുതരമായി പരിക്കേറ്റ പൈലറ്റിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂരിൽ 2 ലക്ഷം വനിതകൾ അണിനിരക്കുന്ന BJP മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചോദിച്ചുകൊണ്ടുള്ള ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു മുൻപേ സുരേഷ് ഗോപിയെ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണത്തിലാണ് BJP. ജില്ലയിലെ വിവിധയിടങ്ങളിൽ സുരേഷ് ഗോപിക്ക് വോട്ടഭ്യർത്ഥിച്ച് ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പാർട്ടി ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന തൃശൂരിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടും. കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും അണിനിരക്കുന്ന വേദിയിൽ സുരേഷ് ഗോപിയും ഉണ്ടാകും. നാളെ ഉച്ചയ്ക്ക് 2 മണിയോടെ കുട്ടനെല്ലൂർ കോളേജ് ഹെലിപ്പാഡിലിറങ്ങുന്ന പ്രധാനമന്ത്രി സ്വരാജ് റൗണ്ടിൽ റോഡ് ഷോ നടത്തും. കുട്ടനെല്ലൂരിലും ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപവും പ്രധാനമന്ത്രിക്ക് സ്വീകരണമൊരുക്കിയിട്ടുണ്ട്. കനത്ത സുരക്ഷയാണ് തൃശൂരിൽ. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ വടക്കേ ഭാഗത്ത് തയ്യാറാക്കിയ പൊതുസമ്മേളന വേദിയിലാണ് മഹിളാ സമ്മേളനം. പൊതുസമ്മേളന വേദിക്കരികിൽ സാമുദായിക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയേക്കും. ചടങ്ങുകൾ പൂർത്തിയാക്കി നാലരയ്ക്കാണ് മടക്കം. 24 തൃശൂർ. രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ സർവകലാശാലകൾ പ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർവകലാശാലകൾ സാമൂഹിക നീതി ഉറപ്പാക്കുന്ന കേന്ദ്രങ്ങളാകണമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിൽ ഭാരതിദാസൻ സർവകലാശാല ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു 2 പേരും. തമിഴ്നാട്ടിലെത്തിയ പ്രധാനമന്ത്രി 20,140 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. ഭാരതിദാസൻ സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങായിരുന്നു ആദ്യ പരിപാടി. വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചായിരുന്നു മോദിയുടെ പ്രസംഗം. അതേസമയം തമിഴ്നാടിന്റെ ദ്രാവിഡ മാതൃക വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചും സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ചും പ്രധാനമന്ത്രിയെ വേദിയിലിരുത്തി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അക്കമിട്ട് നിരത്തി. തുടർന്ന് തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ നടത്തിയ ചടങ്ങിൽ 20,140 കോടി രൂപയുടെ പദ്ധതികൾ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രതിസന്ധി ഘട്ടത്തിൽ കേന്ദ്രം തമിഴ്നാടിനൊപ്പം നിൽക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
വിമാനത്താവളങ്ങളുടെ പൂർത്തീകരണം, കൂടുതൽ വിദേശ വിമാന സർവീസുകൾ, മെട്രോ റെയിലിന് 2ാം ഘട്ട തുക, പ്രളയ ദുരിതാശ്വാസം എന്നിവയിൽ വേഗത്തിൽ നടപടി ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. 24 ചെന്നൈ. നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ എറണാകുളത്ത് ഇന്നും പ്രതിഷേധം. മരടിലും തൃപ്പൂണിത്തുറയിലും പുത്തൻകുരിശിലും കരിങ്കൊടി കാട്ടി. 30ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായി. പ്രതിപക്ഷ പ്രതിഷേധം എന്തിനാണെന്ന് അറിയില്ലെന്നും ബഹിഷ്കരിച്ചവരുടെ കൂട്ടത്തിലെ പ്രമുഖ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ പരിപാടിയുമായി സഹകരിക്കുന്നില്ല എന്ന് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം പ്രഖ്യാപിക്കുന്നതിനിടയുണ്ടായി. പ്രതിപക്ഷ നേതാവാണ് അത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. ഈ പരിപാടിയിൽ പ്രതിപക്ഷത്തിന് വിയോജിപ്പുള്ള ഏത് ഭാഗമാണുള്ളത് എന്ന് ഇന്നേ വരെ പ്രതിപക്ഷത്തിന് ബഹുജനങ്ങളുടെ മുന്നിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഖ്യാപനം പിന്നീട് കോൺഗ്രസ് ഏറ്റെടുക്കുകയും അത് സ്വാഭാവികമായി UDFിലെ മറ്റ് ഘടകകക്ഷികൾ സ്വീകരിക്കുകയും അങ്ങനെ UDFിൻ്റെ ബഹിഷ്കരണമായി മാറുകയുമാണ് ഉണ്ടായത്. പാലാരിവട്ടം പ്രതിഷേധത്തിൽ MPയും MLAമാരും DCC പ്രസിഡന്റും അടക്കം കണ്ടാലറിയുന്ന 70 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. UDF സംസ്ഥാന ഏകോപന സമിതി യോഗം ഈ മാസം 10-ന് തിരുവനന്തപുരത്ത് ചേരും. സർക്കാരിനെതിരായ തുടർ സമര പരിപാടികളാണ് മുഖ്യ അജണ്ട. ബജറ്റ് സമ്മേളനത്തിൽ നിയമസഭയ്ക്കകത്ത് സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾക്കും യോഗം രൂപം നൽകും. നവകേരള സദസ്സിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യവും യോഗം വിലയിരുത്തും. പുനഃസംഘടിപ്പിച്ച UDFന്റെ പ്രഥമ യോഗവും മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ചേരും. ഷാർജയിൽ വാഹനാപകടത്തിൽ 2 മലയാളികൾ മരിച്ചു, 3 പേർക്ക് പരുക്കേറ്റു. തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി ജാസിം സുലൈമാൻ, പാങ്ങോട് സനോജ് ഷാജഹാൻ എന്നിവരാണ് മരിച്ചത്. മരിച്ച ജാസിമിന്റെ ഭാര്യ ഷിഫ്ന ഗുരുതര പരുക്കേറ്റ് ചികിത്സയിലാണ്. മക്കളായ ഇഷ, ആദം എന്നിവർക്കും ബന്ധു ഹാഷിഖ് കടക്കലിനുമാണ് പരുക്കേറ്റത്. നിസ്സാര പരുക്കേറ്റ ആദമിന് പ്രാഥമിക ശുശ്രൂഷ നൽകി വിട്ടയച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണെന്ന് അനന്തപുരി പ്രവാസി കൂട്ടായ്മ അറിയിച്ചു. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഓടുന്ന ട്രെയിനിൽ കയറുന്നതിനിടെ വീണ് യാത്രക്കാരന്റെ കൈയറ്റു. തിരുവനന്തപുരം നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലെ യാത്രക്കാരൻ നാഗ്പൂർ സ്വദേശി രവിക്കാണ് പരുക്കേറ്റത്. വെള്ളം വാങ്ങിയ ശേഷം ട്രെയിനിൽ തിരികെ കയറുന്നതിനിടെയായിരുന്നു അപകടം. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രവിയെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് കൊണ്ടുപോകും. ബന്ധുക്കൾക്കൊപ്പം പൂനെയിലേക്കുള്ള യാത്രയ്ക്കിടെയായിരുന്നു അപകടം. അടുത്ത വാർത്ത, ഹേമന്ത് സോറൻ രാജിക്കൊരുങ്ങുന്നു. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ രാജിവെച്ചേക്കും. ഭൂമി തട്ടിപ്പ് കേസിൽ ED അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനകൾക്കിടെയാണ് രാജി അഭ്യൂഹം. ഭാര്യ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കുമെന്നാണ് വിവരം. ഹേമന്ത് സോറൻ നാളെ വിളിച്ച നിയമസഭാ കക്ഷിയോഗം നിർണായകമാണ്. ഭൂമി കുംഭകോണ കേസിൽ ED 7ാം തവണയാണ് ഹേമന്ത് സോറന് സമൻസ് അയക്കുന്നത്. ഇത്തവണയും സോറൻ EDക്ക് മുന്നിൽ ഹാജരായില്ല. അന്വേഷണത്തോട് സഹകരിക്കാത്തതിനാൽ സോറനെ അറസ്റ്റ് ചെയ്യുകയാകും ഇനി EDയുടെ നടപടി. ഇത് താനും മനസ്സിലാക്കുന്നു എന്ന രീതിയിലാണ് ഹേമന്ത് സോറന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ. JMM MLA സർഫറാസ് അഹമ്മദ് നിയമസഭാംഗത്വം രാജിവെച്ചു. ഗാണ്ഡേ മണ്ഡലത്തിൽ ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ മത്സരിക്കുന്നതിന് വഴിയൊരുക്കാനാണ് രാജിയെന്നാണ് വിവരം. കൽപ്പന സോറൻ മുഖ്യമന്ത്രിയാകുമെന്ന വാർത്തകൾ JMM പാർട്ടി എന്നാൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ നാളെ അടിയന്തര നിയമസഭാ കക്ഷിയോഗം റാഞ്ചിയിൽ ചേരും. എല്ലാ MLAമാർക്കും മുന്നിൽ സോറൻ രാജി പ്രഖ്യാപിക്കുകയും പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യുമെന്നാണ് വിവരം. ഭൂമി തട്ടിപ്പ് കേസിൽ IAS ഉദ്യോഗസ്ഥൻ ഛവി രഞ്ജൻ ഉൾപ്പെടെ 14 പേരെയാണ് ED ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. R രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഡൽഹിയിൽ ഒന്നിച്ചും പഞ്ചാബിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ധാരണ. സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയാകും ഇന്ത്യ മുന്നണി പൊതു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. സീറ്റ് വിഭജന ചർച്ചകൾ തുടരുകയാണ്. BJP മുഖ്യ ശത്രുവായ ഇടങ്ങളിലാണ് ഇന്ത്യ മുന്നണി പൊതു സ്ഥാനാർത്ഥികളെ നിർത്തുക. ഡൽഹിയിൽ ചേർന്ന ഇന്ത്യ സഖ്യയോഗത്തിന് ശേഷം സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച തുടരുകയാണ്. പഞ്ചാബിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും തീരുമാനം. പഞ്ചാബിലെ 13 ലോക്സഭാ സീറ്റിൽ 8ഇടത്ത് കോൺഗ്രസ്, 3ഇടത്ത് ശിരോമണി അകാലിദൾ, 2ഇടത്ത് BJP എന്നിങ്ങനെയാണ് നിലവിലെ സീറ്റ് നില. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തരംഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷ. എന്നാൽ ഡൽഹിയിൽ ആകെയുള്ള 7 ലോക്സഭാ സീറ്റും BJPക്കാണ്.
ഇവിടെ കോൺഗ്രസും ആം ആദ്മിയും സഖ്യം ചേർന്ന് BJP നേരിടാൻ ധാരണയിലെത്തി. സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ച ഉടൻ ആരംഭിക്കും. 24 ഡൽഹി. സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണരുന്നു. അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇനി ഒരു നാൾ ബാക്കി. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര കോഴിക്കോട്ട് നിന്ന് പ്രയാണം തുടങ്ങി. തെക്കൻ ജില്ലയായ കൊല്ലത്താണ് ഇത്തവണ കലോത്സവമെങ്കിലും വടക്കൻ ജില്ലയായ കോഴിക്കോട് കേളികൊട്ട് ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ കോഴിക്കോട് നിന്നും ഇന്ന് രാവിലെയാണ് കൊല്ലത്തേക്കുള്ള കപ്പുമായുള്ള ഘോഷയാത്ര ആരംഭിച്ചത്. ട്രഷറിയിൽ സൂക്ഷിച്ചിരുന്ന 117.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പ് കോഴിക്കോട് DDC മനോജ് കുമാർ ഏറ്റുവാങ്ങിയ ശേഷം മാനാഞ്ചിറ മോഡൽ HSSൽ എത്തിച്ചു. മേയർ ബീന ഫിലിപ്പ് ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. പോലീസും വിദ്യാർത്ഥികളും വാദ്യമേളങ്ങളും യാത്രയ്ക്ക് അകമ്പടിയേകുന്നുണ്ട്. കഴിഞ്ഞ വർഷം 4 മുതൽ 5 വരെ ലക്ഷം ഫുട് പ്രിന്റ്സ് ആണ് നമ്മുടെ വിക്രം മൈതാനത്ത് വെസ്റ്റിൽ വീണത്. അവിടെ നിന്ന് നമ്മൾ ഇന്നിത് കൊണ്ടുപോകുമ്പോൾ നിശ്ചയമായും അത് തിരിച്ചു കൊണ്ടുവരും എന്ന ഒരു പ്രതിജ്ഞയോടുകൂടിയാണ് നമ്മുടെ കുട്ടികൾ എല്ലാവരും തന്നെ ഇന്ന് ഇവിടെ ഈ ജാഥ അല്ലെങ്കിൽ ഈ കപ്പ് കൈമാറുന്ന അടുത്ത ജില്ലയിലേക്ക് കൈമാറുന്ന ചടങ്ങിനായി എത്തിയിട്ടുള്ളത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര നടക്കുന്നത്. സാധാരണ കലോത്സവ വേദിയിലേക്ക് നേരിട്ടെത്തിക്കുകയായിരുന്നു പതിവ്. ഓരോ ജില്ലയിലും DDEമാരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. ഇന്ന് തൊടുപുഴയിൽ അവസാനിക്കുന്ന ഘോഷയാത്ര നാളെ രാവിലെ പുനരാരംഭിച്ച് വൈകിട്ട് 6 മണിയോടെ കൊല്ലം ആശ്രമം മൈതാനിയിലെത്തും. 24 കോഴിക്കോട്. സജി ചെറിയാൻ വിവാദ പരാമർശം തിരുത്തി. വിവാദം പ്രതിപക്ഷം മുതലെടുത്തതോടെയാണ് ഇടതുമുന്നണി നേതൃത്വം തിരുത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ വിവാദം പലയിടങ്ങളിലും തിരിച്ചടിക്ക് കാരണമാകുമെന്ന് ഇടതു നേതൃത്വം വിലയിരുത്തി. സഭാ നേതൃത്വം പൂർണ്ണമായി എതിർത്തതും ഗത്യന്തരമില്ലാതെ പ്രസ്താവന തിരുത്തുന്നതിന് കാരണമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിഷയം പ്രതിപക്ഷ പാർട്ടികൾ ഒരായുധമാക്കി ഉപയോഗിക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് സജി ചെറിയാനെ തിരുത്താൻ ഇടതുമുന്നണി തീരുമാനിച്ചത്. ക്രൈസ്തവ സഭാ നേതൃത്വം ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചതോടെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വന്നു. വിഷയത്തിൽ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും മന്ത്രിയുടേത് വ്യക്തിപരമായ പരാമർശമായി കാണാൻ കഴിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മന്ത്രിസഭയിലെ ഒരു മന്ത്രി അഭിപ്രായം ഏത് വേദിയിലാ പറഞ്ഞത്? ഈ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്തം ഇല്ല എന്നാണ്. അല്ലെങ്കിൽ അതിനെ തള്ളി പറയണം. തള്ളി പറഞ്ഞോ? സജി ചെറിയാൻ മതമേലധ്യക്ഷന്മാരെ അപഹസിക്കാൻ പാടില്ലായിരുന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. മതമേലധ്യക്ഷന്മാർ ഒക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് വക്താക്കൾക്കും ഒക്കെ പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ ആ അഭിപ്രായങ്ങൾ പറയാം, അതിന് ആർക്കും വിരോധമില്ല. പക്ഷേ അപഹസിക്കുന്നത് മോശം തന്നെയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും വിഷയം സജീവ ചർച്ചയാക്കി. ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ നേടാൻ ശ്രമിക്കുന്ന BJP നേതാക്കളും സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. കേരളത്തിലെ ഏറ്റവും സംസ്കാരമില്ലാത്തയാളാണ് സാംസ്കാരിക മന്ത്രി എന്ന് സ്വയം തെളിയിച്ചിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരാളെ മന്ത്രിസഭയിൽ തന്നെ തുടരാൻ അനുവദിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നമ്മുടെ മുഖ്യമന്ത്രിയുടെയും പൊതു നയത്തിന്റെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിവാദ പരാമർശം സജി ചെറിയാൻ തിരുത്തിയെങ്കിലും വരും ദിവസങ്ങളിലും ഈ വിഷയം പ്രതിപക്ഷം സജീവ ചർച്ചയാക്കാനാണ് സാധ്യത. ടോബി ജോൺസൺ, 24 കോട്ടയം. മണിപ്പൂർ വീണ്ടും അശാന്തം. മണിപ്പൂർ വീണ്ടും കലുഷിതമാകുന്നു. മൊറയിൽ സുരക്ഷാ സേനയുടെ വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായി. 7 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരുക്കേറ്റു. ഇന്നലെ 4 പേർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ സംഘർഷബാധിത മേഖലകളിൽ കൂടുതൽ സേനയെ വിന്യസിച്ചു. അയവില്ലാതെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം തുടരുകയാണ്. മ്യാൻമാർ അതിർത്തിയോട് ചേർന്നുള്ള മൊറേ ടൌണിലാണ് സുരക്ഷാ സേന സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായത്. RPG ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ 7 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. കുക്കി വിഭാഗക്കാരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. പരിക്കേറ്റവരെ അസം റൈഫിൾസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ തൌബാൽ ജില്ലയിലുണ്ടായ വെടിവയ്പിൽ 4 പേരാണ് കൊല്ലപ്പെട്ടത്. ലിലോങ് മേഖലയിൽ 4 വാഹനങ്ങളിലായി പോലീസ് വേഷത്തിലെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്.
വെടിവെപ്പിന് പിന്നാലെ പ്രദേശവാസികൾ ആക്രമികളുടെ വാഹനങ്ങൾ തീയിട്ടിരുന്നു. അതിനിടെ മെയ്തേ വിഭാഗക്കാരൻ സംശയിക്കുന്ന സംഘം റോക്കറ്റ് ലോഞ്ചറുമായി ഇംഫാൽ നഗരത്തിൽ തുറന്ന വാഹനത്തിൽ പരേഡ് നടന്ന ദൃശ്യം പുറത്തുവന്നെങ്കിലും പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. 24 ഡൽഹി. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഉദ്ധവ് താക്കറെയെയും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെയും ക്ഷണിച്ചേക്കില്ല. തന്നെ രാമൻ വിളിക്കുമ്പോൾ അയോധ്യയിലേക്ക് പോകും എന്നായിരുന്നു അഖിലേഷ് യാദവിന്റെ പ്രതികരണം. ഉദ്ഘാടന പരിപാടിക്ക് എല്ലാ സഹായവും ലഭ്യമാക്കാൻ ഇന്ന് ചേർന്ന BJP ഉന്നതാധികാര യോഗത്തിൽ തീരുമാനമായി. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കിനി 20 നാൾ. രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ ഇതിനിടെ കൂടുതൽ ശക്തമാകുകയാണ്. ഉദ്ധവ് താക്കറെയും അഖിലേഷ് യാദവിനെയും ക്ഷണിക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് പ്രധാന ചർച്ച. ശ്രീരാമഭക്തരായവർക്ക് മാത്രമേ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ ക്ഷണം നൽകൂ എന്ന് മുഖ്യപൂജാരി ആചാര്യ സത്യേന്ദ്രദാസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ചേർന്ന ക്ഷേത്ര ട്രസ്റ്റ് യോഗം താക്കറെയും അഖിലേഷ് യാദവിനെയും വിളിക്കേണ്ട എന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. ഇക്കാര്യത്തോട് പ്രതികരിച്ച സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് തന്നെ രാമൻ വിളിക്കുമ്പോൾ അയോധ്യയിൽ പോകുമെന്ന് വ്യക്തമാക്കി. ശ്രീരാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് തനിക്ക് ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് ഉദ്ധവ് താക്കറെ നേരത്തെ ആരോപിച്ചിരുന്നു. അതേസമയം രാമക്ഷേത്ര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആവശ്യമായ എല്ലാ മേഖലയിലും സഹായം ക്ഷേത്രം ട്രസ്റ്റിന് ലഭ്യമാക്കാൻ BJP തീരുമാനിച്ചു. രാമക്ഷേത്ര ഉദ്ഘാടനവും അനുബന്ധ കാര്യങ്ങളും വിലയിരുത്താൻ ചേർന്ന BJP ഉന്നതാധികാര സമിതി യോഗത്തിന്റേതാണ് തീരുമാനം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി അധ്യക്ഷൻ JP നദ്ദ മുതലായവർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. 24 ഡൽഹി. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു.